ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളുമായി പറയാൻ പോകുന്നത് എൻ്റെ ഡെലിവറി സ്റ്റോറിയാണ്. അപ്പോൾ എൻ്റെ PCOD സ്റ്റോറി വരെയും ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെലിവറി സ്റ്റോറിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. എൻ്റെ ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത് 2 മണിക്കൂർ കൊണ്ട് എൻ്റെ പ്രസവം കഴിഞ്ഞു. എൻ്റെ മോൻ പുറത്തേക്ക് വന്നു. അതായത് പെട്ടെന്നായിരുന്നല്ല, ഞാൻ വിചാരിച്ചില്ല പെട്ടെന്ന് ഡെലിവറി ആകും. ഞാൻ അവിടുത്തെ പ്രസവം എന്ന് പറയുന്നത് എല്ലാവരും പറയാറുണ്ട് മരണവേദനയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ കാര്യത്തിൽ അത് നേരെ വിപരീതമായിരുന്നു. എൻ്റെ പ്രസവം വളരെ പെട്ടെന്ന് കഴിഞ്ഞു. കാരണം എനിക്ക് വെളുപ്പിനൊരു 3 മണി മുതൽ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ബാത്റൂമിൽ പോകാൻ തോന്നുക, വയറുവേദന, അങ്ങനത്തെ ചെറുതായിട്ടുള്ള സിംറ്റംസ് ഒക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയായിരുന്നു ഞാൻ പ്രസവിക്കുന്നുള്ളത്. അപ്പോൾ ഡോക്ടർ എനിക്ക് ഡേറ്റ് പറഞ്ഞിരുന്നത് ഓഗസ്റ്റ് 8-ാം തീയതി എനിക്ക് ഡേറ്റ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ഒരു ജൂലൈ 26 ഞാൻ പ്രസവിച്ചു. അപ്പോൾ ജൂലൈ 26 വെളുപ്പിന് നടന്ന സംഭവമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ പെയിനൊക്കെ വരുന്നുണ്ട്, ബാത്റൂമിൽ പോകാൻ കൂടെ തോന്നുക. അങ്ങനെ ഞാൻ ബാത്റൂമിലൊക്കെ പോയി. പിന്നെ എനിക്ക് അങ്ങനെ തന്നെ തോന്നാം. അങ്ങനെ ഞങ്ങൾ ഉച്ചയോടുകൂടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ ഡോക്ടർ വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു ഏകദേശം വികസനം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളെ മരുന്നിട്ടിട്ട് പ്രസവിക്കാനുള്ള വേദനയ്ക്കുള്ള ട്രിപ്പ് ഇട്ടിട്ട് നമുക്ക് ഡെലിവറി ആക്കാം. അപ്പോൾ നാളെ പ്രസവം ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇതിന് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോഴും എൻ്റെ മനസ്സിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ പെട്ടെന്ന് പ്രസവിക്കും എന്നുള്ളത്. അങ്ങനെ ഡോക്ടർ എന്നോട് അങ്ങനെ പറഞ്ഞിട്ട് റൂമിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉച്ച കഴിഞ്ഞൊരു വൈകുന്നേരമായി. വൈകുന്നേരം മുതൽ എനിക്ക് ഈ ബാത്റൂമിൽ പോകാനുള്ള ടെൻഡൻസി ഇങ്ങനെ കൂടി വരണം. പക്ഷെ എനിക്ക് വേദനയായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ ഞാനൊരു 6:30-7 മണി ആയപ്പോഴത്തേക്കും ഞാൻ ലേബർ റൂമിൽ പോയി റിപ്പോർട്ട് ചെയ്തു. എനിക്കിങ്ങനെ കൂടെ ബാത്റൂമിൽ പോകാൻ തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ അടുത്തൊരു നഴ്സ് വന്നിട്ട് PV ചെക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു വികസനം ആകുന്നുണ്ട്, മോളൊരു കാര്യം ചെയ്യും, ഇവിടെ തന്നെ കിടന്നോ, നാളെ ഡോക്ടർ ട്രിപ്പ് ഇടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ നാളേക്ക് ഡെലിവറി ആകും, മോളിന്ന് ഇവിടെ തന്നെ കിടന്നോ, കാരണം ഞങ്ങൾക്ക് റൂം കിട്ടിയത് മുകളിലാണ്, മുകളിൽ നിന്ന് ഇറങ്ങി വരാനൊക്കെ ബുദ്ധിമുട്ടില്ല, എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ കിടന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു 8 മണിയൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് പ്രസവത്തിൻ്റെതായ ചെറിയ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അങ്ങനെ അവരെനിക്ക് വയറ് ക്ലീൻ ചെയ്യും, നോർമൽ ഡെലിവറിക്ക് മുമ്പായിട്ട് വയറ് ക്ലീൻ ചെയ്യാനുള്ള മരുന്ന്. വയറ് ക്ലീൻ ചെയ്തതോടെ തന്നെയാണ് ഞാൻ പ്രസവ വേദനയിലേക്ക് കൊണ്ടൊന്ന് കടന്നത്. പക്ഷെ എല്ലാവരും പറയുന്ന പോലെ നമുക്ക് അലറിക്കറിയാനുള്ളൊരു വേദനയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അത് ഞാൻ ഒരുപാട് എക്സസൈസ് തന്നെയല്ല, കുഴമ്പുകൾ, പിന്നെ അതുപോലെ തന്നെ കുറുന്തോട്ടി ഇട്ട് തിളപ്പിച്ച വെള്ളമൊക്കെ ഞാൻ കുടിച്ചിരുന്നു. പക്ഷെ എല്ലാവരും പറയുന്നത് 7 മാസം മുതൽ കുടിക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കതിനെപ്പറ്റിയുള്ള ഐഡിയ കിട്ടിയത് ഒരു 9 മാസം ആയപ്പോഴാണ്. പക്ഷെ ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ വേഗം ചെയ്തിരുന്നു. അതായത് ധന്യന്തരം കുഴമ്പ് എന്ന് പറഞ്ഞൊരു കുഴമ്പുണ്ട്. ആ കുഴമ്പിന് എല്ലാ ആയുർവേദ കടയിലും വാങ്ങാൻ കിട്ടും. അധികം പൈസ ഒന്നും വരുന്നില്ല, 200-250 രൂപയ്ക്ക് അതിന് വരുന്നുള്ളൂ. അങ്ങനെ ഞാൻ അത് വാങ്ങിയിട്ട് കുഴമ്പ് തേച്ചിട്ട് 2 നേരം ഞാൻ കുളിക്കുമായിരുന്നു. അപ്പോൾ ഈ കുഴമ്പ് തേച്ചിട്ട് നമ്മൾ അരമണിക്കൂറെങ്കിലും നമ്മൾ ദേഹത്ത് കുഴമ്പ് വെക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ കുഴമ്പ് തേച്ച് നിൽക്കുന്ന സമയത്ത് ബാത്റൂമിലൊക്കെ വെച്ചിട്ട് നല്ലപോലെ എക്സസൈസ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ നടക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇരുന്നിട്ട് എഴുന്നേക്കാൻ, അത് എല്ലാ ഡോക്ടേഴ്സും പറയുന്ന എക്സസൈസ് ആണ്, ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറയുന്നത്. ഞാൻ അത് നന്നായിട്ട് ചെയ്യുമായിരുന്നു, പിന്നെ നടക്കുമായിരുന്നു. അങ്ങനെ അല്ലാണ്ട് ഒരുപാട് എനിക്ക് നോർമൽ ഡെലിവറി വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് എക്സസൈസും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കാരണം നമുക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം പുറമേ നിന്നുള്ളവർ നമുക്ക് നല്ലപോലെ പ്രഷർ തരും, മുറ്റടിക്കണം, അങ്ങനെയൊക്കെ ചെയ്യണം. പക്ഷെ ഞാൻ മുറ്റൊന്നും ഞാൻ അടിച്ചിരുന്നില്ല. കാരണം എനിക്ക് മുറ്റടിക്കാൻ പറ്റിയിരുന്നില്ല. എല്ലാവർക്കും അറിയാൻ പറ്റും നമുക്ക് എനിക്ക് അധികം വയറുണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ കൂടി നമുക്ക് നല്ലപോലെ കാലുവേദന, അങ്ങനത്തെ ഓരോരോ അസ്വസ്ഥത നമുക്ക് ഉണ്ടാവും. കാരണം എനിക്ക് 9 മാസമായപ്പോൾ കിടന്നുറങ്ങാനോ അല്ലെങ്കിൽ രാത്രി എഴുന്നേക്കാൻ, കിടക്കാനും ശരിയാനും ഒക്കെ നല്ലപോലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എക്സസൈസ് ചെയ്യാൻ പറയും. പക്ഷെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ മാത്രമേ ഞാൻ എക്സസൈസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഞാൻ അത് നോക്കിയായിരുന്നു. ഒരു മാസത്തോളം ഞാൻ 9 മാസം തുടങ്ങാറായപ്പോൾ മുതൽ ഞാനിത് ഈ കുഴമ്പിട്ട് കുളിക്കുമായിരുന്നു. പിന്നെ എല്ലാ ആയുർവേദ കടയിലും വാങ്ങി കിട്ടും കുറുന്തോട്ടിയുടെ വേരെന്ന് പറഞ്ഞ സംഭവം. അത് ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് അതായിരുന്നു ഞാൻ കുടിച്ചിരുന്നത്. സാധാ വെള്ളം ഞാൻ കുടിച്ചിരുന്നില്ല. ഈ കുറുന്തോട്ടിയുടെ വെള്ളം ഞാൻ നല്ലപോലെ കുടിക്കുമായിരുന്നു. സാധാ വെള്ളത്തിന് പകരം കുറുന്തോട്ടി വെള്ളമാണ് ഞാൻ കുടിച്ചിരുന്നത്. അങ്ങനെ എൻ്റെ പ്രസവത്തിന് ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രസവത്തിന് വേഗം പ്രസവം എളുപ്പമാക്കാനും എനിക്ക് വേദന ഇല്ലാതെ പ്രസവിക്കാനും ഹെൽപ്പ് ചെയ്തിട്ടുള്ള 2 ഐറ്റമാണ്. ഒന്ന് ധന്യന്തര കുഴമ്പിട്ടിട്ടുള്ള ഒരു പുളി, രണ്ടാമത്തത് കുറുന്തോട്ടി വേര് തിളപ്പിച്ച് ഞാൻ വെള്ളം കുടിച്ചത്. അപ്പോൾ അത് പണ്ട് മുതലേ തന്നെ എല്ലാവരും ചെയ്തിരുന്ന ഒരു പ്രോസസ്സാണ്. എങ്ങനെയാണ് എല്ലാവരും ചെയ്തത് പ്രസവം എളുപ്പമാവാൻ വേണ്ടിയിട്ട്. ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല, എന്തുകൊണ്ടാണെന്നറിയില്ല, എൻ്റെ പ്രസവം 2 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞു. ഞാനൊരു 9:45 ആയപ്പോഴത്തേക്കും ഞാൻ പ്രസവിച്ചു. അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ എനിക്ക് ഒരുപാട് അലറിക്കറിയാനോ അല്ലെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം വരാം, ഭയങ്കര അലർച്ചയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ പ്രസവം പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ എന്നോട് നേഴ്സുമാർ പറയുമായിരുന്നു രാത്രി 12 മണിയൊക്കെ ആവും മോളുടെ പ്രസവം നടക്കാറുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു രാത്രി 12 മണി ആകുന്നില്ലല്ലോ, ഞാൻ ക്ലോക്കിലേക്ക് നോക്കുമായിരുന്നു, ആകുന്നില്ലല്ലോ, 12 മണിയൊക്കെ എനിക്ക് പ്രസവിക്കാമല്ലോ.
പക്ഷേ ഇച്ചിരി നേരം കഴിഞ്ഞ് ഒരു 9 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് പുഷ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വന്നുകൊണ്ടിരിക്കുക. അതായത് നമുക്ക് പുഷ് ചെയ്യാനൊക്കെ തോന്നും. അപ്പം ഞാൻ അവിടുത്തെ നഴ്സിനോട് പറഞ്ഞു എനിക്ക് പുഷ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നഴ്സ് എന്ത് ചെയ്ത് PU ചെയ്തുകൊണ്ട് നോക്കി. PU ചെയ്തുകൊണ്ട് നഴ്സ് പറഞ്ഞു മോളെ നേരത്തെ പറയണ്ടേ, മോളത്തെ പ്രസവിക്കാറായി. അപ്പം ഞാൻ പറഞ്ഞു ആണോ, എനിക്കറിയില്ല, നഴ്സല്ലേ പറഞ്ഞത് 12 മണിയാകുന്നു. അപ്പം ഞാൻ വിചാരിച്ച് അത്രയും നേരം ആവട്ടെ എന്ന് കരുതി ഞാനും വെയിറ്റ് ചെയ്തു. കാരണം എനിക്കധികം വേദനയില്ല, അലർച്ചയില്ല. അപ്പോൾ അവനും പ്രതീക്ഷിക്കുന്നില്ല എൻ്റെ പ്രസവം ഇപ്പം തന്നെ ഉണ്ടാവും, അതേപോലെ തന്നെ ഞാനും പ്രതീക്ഷിക്കുന്നില്ല എൻ്റെ പ്രസവം പെട്ടെന്ന് ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ ഡോക്ടറെ വിളിച്ച് വന്നിട്ട് ഡോക്ടർ ഫ്ലൂയിഡ് ബ്രേക്ക് ചെയ്ത് ഫ്ലൂയിഡ് ലീക്കായി. പിന്നെ എന്നെ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ എന്തെങ്കിലും എമർജൻസി കേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഡോക്ടർ വന്നിട്ട് നോർമൽ ഡെലിവറി എടുക്കുള്ളൂ. സിസേറിയനൊക്കെ ആണെങ്കിലേ ഡോക്ടർ വന്ന് നോർമൽ ഡെലിവറി ആക്കുള്ളൂ. അതെല്ലാം തന്നെ ഒരു സീനിയർ ഒരു സിസ്റ്റർ ഉണ്ട്, ആ സിസ്റ്ററാണ് നമ്മുടെ പ്രസവമൊക്കെ എടുക്കുന്നത്. അങ്ങനെ ആ സിസ്റ്ററിനെ വിളിച്ചു. അങ്ങനെ ആ സിസ്റ്റർ വന്നു, ഞാൻ പ്രസവിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കടവും കണ്ണുനീരൊക്കെ വന്നത്. അതിന് മുമ്പ് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് എൻ്റെ പ്രസവ വേദന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പീരീഡ്സ് ആകുമ്പോഴൊരു വേദന ഉണ്ടാവില്ല, അതിനേക്കാളും കുറച്ചുകൂടി ഒരു പവർ കൂടിയൊരു വയറുവേദന. പക്ഷെ നമ്മുടെ കുഞ്ഞിനെ കാണുമ്പോൾ നമ്മൾ എല്ലാ വിഷമവും എല്ലാ വേദനയും നമ്മൾ മറക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പ്രസവിക്കാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാനായിട്ട് എനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്നത് നമുക്ക് നല്ലപോലെ യോഗ ചെയ്യുക. കാരണം നമുക്ക് ബ്രീത്തിങ്ങിന് ഒരു പ്രശ്നം വരും. നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത് നല്ല ബലം കൊടുത്ത് നമ്മൾ പുഷ് ചെയ്യണം. അപ്പോൾ നമ്മൾ യോഗ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ആ സമയത്ത് എന്നോട് ഡോക്ടർ പറഞ്ഞത് യോഗ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് വലിയ ഇതായിട്ട് തോന്നിയിരുന്നില്ല. പക്ഷേ ഞാൻ എന്തെങ്കിലും ആവട്ടെ എന്ന് ഞാൻ യോഗ ചെയ്തതാണ്. പക്ഷേ യോഗ ചെയ്തതും പിന്നെ ഈ ധന്യന്തരക്കുഴപ്പിട്ട് കുളിച്ചതും പിന്നെ ഈ കുറുന്തോട്ടിയുടെ വെള്ളം കുടിച്ചതും എൻ്റെ പ്രസവം വളരെ എളുപ്പമാക്കാനും വേദനയില്ലാതെ എനിക്ക് പ്രസവിക്കാനും പറ്റി. അപ്പോൾ പ്രഗ്നൻ്റ് ആയവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാം എന്തായാലും ഞാൻ ഈ പറഞ്ഞിട്ട് ഇപ്പം എന്തായാലും ഫോളോ ചെയ്യാതെ നിങ്ങൾക്ക് ലേബർ റൂമിൽ വെച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ. അങ്ങനെ എനിക്കും കുഴമ്പിട്ട് കുളിക്കാനൊക്കെ നല്ല മടിയായിരുന്നു. പിന്നെ എക്സസൈസ് എന്ന് പറയുന്നത് പുറമക്കാരെല്ലാവരും പറയും നല്ലപോലെ എക്സസൈസ് ചെയ്യുക, കുമ്പിട്ടുന്ന് മുറ്റടിക്കുക. പക്ഷെ ഞാൻ കുമ്പിട്ടുന്ന മുട്ട് ഞാൻ അടിച്ചിട്ടില്ല. കാരണം ഗർഭിണിയായവർക്ക് അറിയാൻ പറ്റും, നമുക്ക് 9 മാസം കഴിഞ്ഞാൽ കിടന്നുറങ്ങാൻ പോലും നമുക്ക് പറ്റില്ല, ചെയ്യാൻ പറ്റില്ല, എഴുന്നേറ്റിരിക്കാൻ പറ്റില്ല, നല്ല വേദനകൾ, നമുക്ക് എളി വേദനയൊക്കെ നല്ലപോലെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ചെയ്യുക. നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലേബർ റൂമിൽ ചെല്ലുമ്പോൾ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് വിഷമിക്കൊന്നും വേണ്ട, വിഷമിക്കാതെ തന്നെ നിങ്ങളുടെ കുഞ്ഞ് പുറത്തേക്ക് പോരുന്നതാണ്. അപ്പോൾ ഇത്ര മാത്രം ഞാൻ എൻ്റെ പ്രസവം എളുപ്പമാക്കാൻ ഞാൻ ഇത്ര മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരുപാടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈ ഒരു ചെറിയ കാര്യം ചെയ്തിട്ട് എൻ്റെ പ്രസവം എളുപ്പമായി. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക. ധന്യന്തരക്കുഴമ്പ് പേര് മറക്കണ്ട. പിന്നെ കുറുന്തോട്ടിയുടെ പേര് എല്ലാ ആയുർവേദക്കടലിലും ഈ 2 ഐറ്റം അവൈലബിൾ ആണ്. നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞാൽ ധന്യന്തരക്കുഴമ്പിട്ട് കുളിക്കുന്നതാണ് നമ്മുടെ വേദനക്കൊക്കെ ഒരു ആശ്വാസമാണ്. പിന്നെ ഈ ഒരു കുഴമ്പിട്ട് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു കുഴമ്പിട്ട് നമ്മൾ കുളിക്കുന്നത് കൊണ്ട് നമുക്ക് ശരീരവേദന, ശരീരത്തിന് അസ്വസ്ഥതകൾ, സംഭവങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. ഒരു 7 മാസം മുതൽ നമുക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ഒരു ആശ്വാസമാണ് ഈ ഒരു കുഴമ്പ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രസവ സമയത്ത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു കുഴമ്പിട്ടുള്ള കുളി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു 2 ഐറ്റം വാങ്ങാം. പിന്നെ നമ്മുടെ യോഗയും ശരിയായിട്ട് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്തൊരു ആശ്വാസമാണ്, ലേബർ റൂമിൽ ചെല്ലുമ്പോൾ ഒരു ആശ്വാസമാണ്. അങ്ങനെ പിന്നെ ഇരുന്നിട്ട് എഴുന്നേൽക്കുന്ന ആ ഒരു എക്സസൈസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ അനുഭവിച്ചതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ആർക്കെങ്കിലും വല്ല ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണോട്ടാ. എനിക്ക് അധികം സബ്സ്ക്രൈബേഴ്സും വ്യൂസൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഈ ദിവസം നിങ്ങൾ വീഡിയോ കാണണമെന്നില്ല, എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലത്ത് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരം ആവേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ യൂട്യൂബിൽ പുതിയ ആളാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.